പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം തയ്യാറാക്കിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്ഷീറ്റുകൾ വഴികാട്ടി എന്ന പേരിൽ എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാകും. ആ വഴികാട്ടി പ്രവർത്തന പഠനങ്ങൾ ചെയ്യാൻ ആവശ്യമായ സഹായമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അറബിക്ക് പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1-2 യൂണിറ്റിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഇതിലുള്ളത്. 1ാം യൂണിറ്റിൽ നിന്നും 10 വർക്ക്ഷീറ്റും 2ാം യൂണിറ്റിൽ നിന്നും 10 വർക്ക്ഷീറ്റുമാണ് ഇതിലുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നിട്ടുള്ള വർക്കുകൾ, ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1ാമത്തെ വർക്ക്ഷീറ്റിലേക്ക് പോകാം. നുലാഹിലുസ്സൂറത്ത, ചിത്രം പരിശോധിക്കുക, ശ്രദ്ധിക്കുക. വനഖറഉൽ ബയാനത്താലി, താഴെ കൊടുത്തിരിക്കുന്ന വിവരണം വായിക്കുക. അപ്പോൾ ആ ചിത്രത്തിൽ ഒരു പക്ഷിയും ഒരു പക്ഷിക്കൂടും, ആ പക്ഷിക്കൂട്ടിൽ കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളുമുണ്ട്. ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ആ പക്ഷി ഉമ്മ ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ? അതാണ് ആ ചിത്രത്തിലുള്ളത്. ആ ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹാദിഹി ഷജറത്തുൻ, ഇത് ഒരു മരമാകുന്നു. അലഷജറത്തി ഉഷ്വൻ, മരത്തിന്മേൽ ഒരു പക്ഷിക്കൂടുണ്ട്. ഉഷ് പക്ഷിക്കൂട്. ഫിൽ സലാസത്തു അഫ്റാഹ്, പക്ഷിക്കൂട്ടിൽ 3 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. തൻതളിറുൽ അഫ്റാഹു അത്ത്ആമ, തൻതളിറു കാത്തു നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. അഫ്റാഹു കിളിക്കുഞ്ഞുങ്ങൾ, അത്ത്ആമ ഭക്ഷണത്തെ. തജ്മഉൽ ഉമ്മു അത്ത്ആമ മിനൽ ഖാരിജ്, തജ്മഉൽ ഉമ്മു അത്ത്ആമ, ഉമ്മ ഭക്ഷണം ശേഖരിക്കുന്നു. മിനൽ ഖാരിജ്, പുറത്തു നിന്നും. വതുഖദ്ദിമു, എന്നിട്ട് നൽകുന്നു. അൽ ഉമ്മു, ഉമ്മ, അത്ത്ആമ ഭക്ഷണം, ഇലൽ അഫ്റാഹ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. തഈഷുൽ ഉമ്മു വൽ അഫ്റാഹു ഫിൽ ഉശ്ശി, ഉമ്മയും കിളിക്കുഞ്ഞുങ്ങളും കൂട്ടിൽ താമസിക്കുന്നു. മഅർ റഅഫത്തി, കരുണയോടുകൂടി. വൽ മഹബ്ബത്തി, സ്നേഹത്തോടുകൂടി. ഇതാണ് ആ ചിത്രത്തിനെ കുറിച്ചുള്ള കുറിപ്പ്. ഇനി കൂട്ടുകാരെ, അതിൻ്റെ താഴെ മറ്റൊരു ചിത്രമുണ്ട്. നുലാഹിലുസ്സൂറ, ചിത്രം പരിശോധിക്കുക. വനുഇദ്ദു ബയാനൻ, എന്നിട്ട് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് ഒരു വിവരണം നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിലുള്ള വിവരണം പോലെ തന്നെ നമുക്ക് ആ വിവരണവും തയ്യാറാക്കാം. ഒന്ന് നോക്കൂ. ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാണ്. കണ്ടോ, ഒരു വീട്. ഫിൽ ബൈത്തി ഹുമ്മുൻ, വീട്ടിൽ എന്തുണ്ട്? ഹുമ്മുണ്ട്. ഹുമ്മ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂട്, കോഴികളുടെ കൂടിനാണ് ഹുമ്മ് എന്ന് പറയാം അല്ലേ? നേരത്തെ നമ്മൾ വായിച്ച ആ ബയാനിൽ ഹാദി ഷജറത്തുൻ, ഇതൊരു മരമാണ്. അതേപോലെ തന്നെ ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാണ്. അല ഷജറത്തി ഉശ്വൻ, മരത്തിന്മേൽ കിളിക്കൂടുണ്ട്. അതേപോലെ തന്നെ ഫിൽ ബൈത്തി ഹുമ്മുൻ, വീട്ടിൽ കോഴിക്കൂടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെ ആ മേലത്തെ ബയാനിലെ ചിത്രത്തിലുള്ളതുപോലെ തന്നെ നമുക്ക് ഈ ചിത്രത്തിനെ കുറിച്ചിട്ടും ബയാന് തയ്യാറാക്കാം. ആദ്യത്തെ ബയാനിലുണ്ട് ഫിൽ ഉശ്ശി സലാസത്തു അഫ്റാഹ് അല്ലേ? കിളിക്കൂട്ടിൽ 3 കിളിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം 2ാമത്തെ ചിത്രത്തിലോ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? 2 കോഴിക്കുഞ്ഞുങ്ങൾ അല്ലേ? എവിടെയാണ്? അതിനെന്താ പറയുക? ഹുമ്മ്. അപ്പം ഫിൽ ഹുമ്മി, കോഴിക്കുഞ്ഞിനെന്താ പറയുക? സൂസ് എന്നാണ് പറയാം. അപ്പം സൂസാൻ, സൂസാനി
2 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. അതേപോലെ നമുക്കിവിടെ ഈ കുറിപ്പുകൾ ഇതേപോലെ എഴുതാം. തെൻതളിറുൽ അഫ്രാഹു, അഫ്രാഹ് എന്നുള്ള കിളിക്കുഞ്ഞാണ്, നമ്മളിവിടെ പക്ഷിക്കുഞ്ഞുങ്ങൾ. അതേപോലെ തന്നെ തെൻതളിറുൽ അഫ്രാഹു അത്വആമ, ഇവിടെ നമ്മൾ അത് തന്നെ, പക്ഷെ അഫ്രാഹ് നമ്മൾ മാറ്റുന്നു അല്ലേ. തജ്മഉൽ ഉമ്മു അത്വആമ മിൻ ഖാരിജ് അല്ലെ, പുറത്ത് നിന്നാണ് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ പക്ഷി തള്ള എന്ത് കൊണ്ടുവരുന്നത്, ഭക്ഷണം കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെയോ പുറത്തുനിന്നല്ല, പിന്നെ ഈ കൂട്ടിൽ അല്ലേ, കോഴികൾക്ക് വളരാനുള്ള പ്രത്യേകമായ കൂടാണത്, അതാണ് ഹും എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂട്ടിലാണ്. അപ്പോൾ മിനൽ ഖാരിജ് എന്നുള്ളതിന് പകരം ദാഖിൽ കൂട്ടിനകത്ത് നിന്നു തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം ശേഖരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ കോഴിക്കുഞ്ഞുങ്ങളെ കുറിച്ച് എഴുതാം. ഇതല്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതുപോലെ ഈ ചിത്രത്തിനെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അതാണ് ഒന്നാമത്തെ വർക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ. ذهب جابر مع والده إلى المدرسة الجديدة والتحق فيها. ذهب ജാബിർ പോയി, മഅ വാലിദിഹി അവൻ്റെ ഉപ്പയുടെ കൂടെ, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്, അൽ ജദീദ പുതിയ സ്കൂളിലേക്ക് പോയി. ആര്? ജാബിർ, ഉപ്പയുടെ കൂടെ കേട്ടോ. വൽതഹഖ ഫീഹ എന്നിട്ട് അവിടെ ചേർന്നു. വലഖിയഹു അവനെ കണ്ടുമുട്ടി, മുദരിസുൽ ലുഗത്തിൽ അറബിയ അറബി അധ്യാപകൻ അവനെ കണ്ടുമുട്ടി. ഫദാറ ബൈനഹുമാ ഹിവാർ അങ്ങനെ അവർ കുറച്ച് സംസാരിച്ചു. ഹയ്യാനു കമ്മിലുൽ ഹിവാർ നമുക്ക് ആ സംഭാഷണം പൂർത്തിയാക്കാം കേട്ടോ. ആ സംഭാഷണം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അൽ മുദരിസ് എന്തോ പറയുന്നുണ്ട്. ജാബിർ അതിന് മറുപടി പറഞ്ഞു വഅലൈക്കുമുസ്സലാം. അപ്പം എന്താണ് മുദരിസ് ചോദിച്ചിരിക്കുക, ആദ്യം പറഞ്ഞിരിക്കുക, മനസ്സിലായി അല്ലേ. പിന്നെ മുദരിസിൻ്റെ ചോദ്യം മസ്മുക്ക എന്താ മസ്മുക്ക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളെ പേരെന്താണ്? അപ്പം ജാബിർ അന ഡാഷ്, ഞാൻ ആരാണ്, അവൻ്റെ പേര് പറഞ്ഞു. മുദരിസ് ചോദിച്ചു അൻത വഹീദുൻ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠത്തിലുണ്ടല്ലേ. അൻത വഹീദുൻ, നീ ഒറ്റക്കാണോ? അപ്പം ജാബിർ ആരുടെ കൂടെ? അല്ല മഅ ഡാഷ്, ആരുടെ കൂടെയാണ് വന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ഉപ്പയുടെ കൂടെ. അപ്പോൾ ഉപ്പ എന്നുള്ളതിന് എന്താണ്? അതാണ് മഅൽ ഡാഷ്, അവിടെ എഴുതുന്നുണ്ട്. അപ്പം മുദരിസ് ചോദിച്ചു കൈഫ വസൽത ഹുന, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? അപ്പോൾ ബസ്സിലാണെങ്കിൽ ഫിൽ ഹാഫില, കാറിലാണെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എങ്ങനെ എത്തിയത്? നടന്നിട്ടാണെങ്കിൽ മാഷിയൻ, അങ്ങനെയൊക്കെ എഴുതാം. മുദരിസ് അപ്പോൾ ചോദിച്ചു അയിന ബൈത്തുക, വേർ ഈസ് യുവർ ഹൗസ്, എവിടെ നിങ്ങളുടെ വീട്, എവിടെയാണ് നിങ്ങളെ വീട് എവിടെ? അപ്പോൾ ജാബിർ ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെ പറയുന്നു, വീട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പറയുന്നു. മുദരിസ് അൽ തുഹിബ് ലുഗത്തുൽ അറബിയ, നിനക്ക് അറബി ഭാഷ ഇഷ്ടമാണോ? അപ്പോൾ ജാബിർ അതിന് പറയുന്ന മറുപടി അല്ലേ, നഅം അല്ലെങ്കിൽ ലാ, ഇഷ്ടമാണെങ്കിൽ നഅം അല്ലെങ്കിൽ ലാ എന്ന് പറയും. മുദരിസ് ഐവ, അപ്പം എന്തായിരിക്കും പറഞ്ഞേക്കുക? ഐവ എന്ന് പറഞ്ഞാൽ അൻത ദാരിസുൻ മുംതാസ്, നീ നല്ല ഒരു പഠിക്കുന്ന മുംതാസ് ഡെഡിക്കേറ്റഡ് വിദ്യാർത്ഥിയാണ്, നീ നല്ല ഒരു വിദ്യാർത്ഥിയാണ്. ജാബിർ എന്തോ പറയുന്നു, മുദരിസ് അഫുവൻ. അപ്പം എന്തായിരിക്കും ജാബിർ പറയുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രവർത്തനം അജ്മൽ വ മുനീർ സ്വദീഖാനി, അജ്മലും മുനീറും കൂട്ടുകാരാണ്. ഫി അയ്യാമിൽ ഇഗ്ലാഖി, ലോക്ക്ഡൗൺ ആണ്. ഇഗ്ലാഖ് പറഞ്ഞാൽ ലോക്ക്ഡൗൺ, അയ്യാം ഡേയ്സ്, ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ. ഇത്തസ്വല അജ്മൽ സ്വദീഖഹു മുനീർ,
അല്ലേ? അന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇത്തസല അജ്മൽ ബന്ധപ്പെട്ടു സ്വദീഖഹു മുനീർ, അവൻ്റെ കൂട്ടുകാരൻ മുനീറിനെ ബിൽഹാത്തിഫ് ഫോണിലൂടെ ബന്ധപ്പെട്ടു. ഹയ്യാനു ഇദ്ദു മുക്കാലമ അത്തെലിഫോണിയ, അപ്പോൾ ഫോൺ സംഭാഷണം, അതാണ് മുക്കാലമ ടെലിഫോണിയ എന്ന് പറഞ്ഞാൽ ഫോൺ സംഭാഷണം നമുക്ക് തയ്യാറാക്കാം. അവർ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ഈ ഫോൺ സംഭാഷണത്തിൽ പൂരിപ്പിക്കാനുള്ള വാക്യങ്ങൾ നമുക്കിവിടെ ഒരു ബ്രാക്കറ്റിൽ, ഒരു കളത്തിൽ, ഒരു മുറബയിൽ നമുക്ക് നൽകുന്നുണ്ട് അല്ലേ? ആ മുറബയിലെ ആ വാക്കുകൾ എടുത്ത് നമുക്ക് അതിന് യോജിച്ച സ്ഥലങ്ങളിൽ അത് വെച്ച് കൊടുത്താൽ, എഴുതിയാൽ നമുക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നഅം, അജ്മൽ പറയാണെന്ത്, ഹലോ ഹലോ എന്നിട്ടെന്തോ പറയുന്നുണ്ട്. അത് മുനീർ എന്താണ് മറുപടി പറയുന്നത് നോക്കിയാൽ മതി. മുനീർ എന്താ പറഞ്ഞത്? സ്വബാഹൻ നൂർ, ഗുഡ് മോർണിംഗ്. അപ്പം ഹലോ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും പറഞ്ഞിരിക്കുക അജ്മൽ എന്ന് നമുക്ക് ചിന്തിക്കാം. അത് നമ്മുടെ ഈ നമുക്ക് തന്നിട്ടുള്ള ഈ ഓപ്ഷനിലുണ്ടോ എന്നും പരിശോധിക്കാം. ഉണ്ടോ എന്ന് നോക്കുക, അതവിടെ എഴുതുക അല്ലേ? അപ്പം സ്വബാഹൻ നൂർ എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും എന്തോ മുനീർ പറയുന്നുണ്ട് അല്ലേ? ആരാണ് വിളിക്കുന്നത് അല്ലേ? ആരാണ് വിളിക്കുന്നത്? അതിന് നമ്മൾ അറബിയിൽ എന്താ പറയുക എന്ന് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മൻ മഴി നമ്മൾ ഓപ്ഷനിലെ കൂട്ടത്തിൽ അത് തന്നിട്ടുണ്ട്. ആരാണ് എൻ്റെ കൂടെ അപ്പുറത്ത് ഉള്ളത്, ആരാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന്. അപ്പം അജ്മൽ മഅക്, അജ്മലാണ് നിൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ട് അജ്മൽ എന്തോ ചോദിക്കുന്നു. അത് മുനീറിൻ്റെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ബിഖൈർ അൽഹംദുലില്ല, അത് നമ്മൾ ഓപ്ഷനിൽ അപ്പോൾ ആ ചോദ്യം ഉണ്ടോ നോക്കുക. ബിഖൈർ അൽഹംദുലില്ല, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അത് പറയാല്ലേ. അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അതിനെന്താ അറബി പറയാ? ഈ ഓപ്ഷനിലുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ മതി. അയിന അൻത യാ സുദീഖി, കൂട്ടുകാരാ നീ എവിടെയാണ്? മുനീറിൻ്റെ അടുത്ത ചോദ്യമാണ്. അപ്പം അതിന് അജ്മൽ നൽകുന്ന മറുപടി ഉണ്ട് അല്ലേ? ലോക്ക്ഡൗൺ ആണ്. അപ്പം എവിടെയായിരിക്കും? വീട്ടിൽ. അപ്പം നമ്മൾ ഓപ്ഷനിൽ വീട്ടിൽ എന്നതിന് എന്തെങ്കിലും വാക്കുണ്ടോ എന്ന് നോക്കാം. ഉണ്ട് അല്ലേ? അപ്പം അതവിടെ എഴുതാം. എന്നിട്ട് അജ്മൽ ചോദിക്കുകയാണ്, അൽ തുഷാഹിദു ദുറൂസ, നീ ക്ലാസ്സുകൾ കാണാറുണ്ടോ? അൽ തുഷാഹിദു, നീ കാണാറുണ്ടോ? അത് ദുറൂസ, ക്ലാസ്സുകൾ. അബ്ര, ഇൻ്റർനെറ്റ്, ഓൺലൈൻ ക്ലാസ് നീ കാണാറുണ്ടോ? അപ്പം മുനീർ പറഞ്ഞു നഅം, അതെ, ഫി തിൽഫാസ്, ടി വിയിൽ എന്ത് ചെയ്യും? കാണാറുണ്ട്. എന്നിട്ട് മുനീർ ചോദിച്ചു. അപ്പം അജ്മൽ പറഞ്ഞു ബിവാസിത്വത്തി യൂട്യൂബ്, ഞാൻ യൂട്യൂബിലൂടെയാണ് ഞാൻ കാണാറ്. അപ്പം എന്തായിരിക്കും ചോദിച്ചിരിക്കുക? നീ എങ്ങനെയാണ് കാണാറ്? നീ എങ്ങനെയാണ് കാണാറ് അല്ലേ? അതും ഈ ഓപ്ഷനിലുണ്ട്, നീ എങ്ങനെയാണ് കാണാറ് എന്ന്. അപ്പം അത് അവിടെ വെച്ച് കൊടുത്താൽ അതിൻ്റെ ഉത്തരമായി. എന്നിട്ട് മുനീർ വീണ്ടും ചോദിക്കുകയാണ്, ഹൽ തുർസിലുൽ അൻഷിതത ഇലൽ മുദരിസ്, ഹൽ തുർസിലു, നീ അയക്കാറുണ്ടോ? അൽ അൻഷിതത്വ, പഠന പ്രവർത്തനങ്ങൾ, ഇലൽ മുദരിസ്, അധ്യാപകൻ അയച്ചു കൊടുക്കാറുണ്ടോ നീ? അപ്പം അജ്മൽ എന്താ പറയുന്നു? നഅം, അതെ, ബിവാസിത്തത്തി, എന്തിലൂടെയാണ്? സാധാരണ ഇപ്പം അയച്ചു കൊടുക്കുക വാട്സപ്പിലൂടെയാണ് അല്ലേ? ബിവാസിത്തത്തി, അല്ല അറബിയിലുള്ളത് എന്നും നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ അത് കണ്ടെത്തി എഴുതിയാൽ മതി. മുനീർ ഞാനും അങ്ങനെ അയക്കാറുണ്ട് കേട്ടോ. മത്താ തബ്ദഉ മദ്രസത്തുന, അടുത്ത മുനീറിൻ്റെ ചോദ്യമാണ്. മത്താ തബ്ദഉ, എപ്പോഴാണ് ആരംഭിക്കുക? മദ്രസത്തുന, നമ്മുടെ സ്കൂള് എപ്പോഴാണ് ആരംഭിക്കുക? അജ്മൽ ലാ അദിരി, എനിക്കറിയില്ല. സനുൽഖി ബഅദ ഉത്തില, സനുൽഖി നമുക്ക് കാണാം, ബഅദ ഉത്തില, ഈ വെക്കേഷൻ, ഈ ഒഴിവിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. സനുൽഖി, നമുക്ക് കാണാം, ബഅദൽ ഉത്തില, ഉത്തില എന്ന് പറഞ്ഞാൽ അവധി. അപ്പോൾ ഒഴിവിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. പിന്നെ സംഭാഷണം അവസാനിപ്പിക്കും നമ്മൾ സാധാരണ പറയുന്ന ആ വാക്കുകൾ അല്ലേ? അപ്പം ഇതോട് കൂടിയിട്ട് മൂന്നാമത്തെ വർക്കും അവസാനിച്ചു. ഇനി നാലാമത്തെ വർക്കാണ്. നാലാമത്തെ വർക്ക്
ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പദ്യമുണ്ട്. ആ പദ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലേ. നുൻഷിദുൽ മൻലൂമ, പദ്യം പാടാം. വനക്തശിബുൽ അബയാത്തി, എന്നിട്ട് ആ വരികൾ കണ്ടുപിടിക്കാം. അൽ മുനാസിബ, യോജിച്ച വരികൾ നമുക്ക് കണ്ടുപിടിക്കാം. ലിത്തസ്രിഹാത്തി താലിയ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ച വരികൾ ഈ കവിതയിൽ നിന്നും കണ്ടെത്തുക. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നെന്താണ്, ഈ കവിത വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കവിതയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ, 5 പ്രസ്താവനകളുണ്ട്. ഈ 5 പ്രസ്താവനകളും നമ്മൾ വായിച്ച് അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കണം. എന്നിട്ട് ഏതാണോ യോജിച്ചത് ആ യോജിച്ച വാക്കുകൾ, വരികൾ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അപ്പം ഇത് കണ്ടെത്താനുള്ളൊരു എളുപ്പ വഴിയുണ്ട് അല്ലേ. നമ്മുടെ ഈ തസ്രീഹാത്തിലുള്ള ഈ പ്രസ്താവനകളിലുള്ള പദങ്ങൾ നമ്മുടെ കവിതയിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ ആശയം കൂടി നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അല്ലേ. ഒന്നാമത്തെ വരി എന്താണ്? യാ അബി അൻത ഹബീബി, ഉപ്പ താങ്കൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അൻത അഹ്ലുൽ മക്റൂമാത്തി, താങ്കൾ നല്ല സ്വഭാവങ്ങളുള്ള ഒരാളാണ്. പിന്നെ അൻത തസ്ആലി സുറൂരി, താങ്കൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അൻത തഷ്ഖാ ലി നജാത്തി, താങ്കൾ എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രയാസങ്ങൾ സഹിക്കുന്നത്. വലി ഉമ്മി, എൻ്റെ ഉമ്മക്കുമുണ്ട് കുല്ലു ഫദ്ലി, എല്ലാ ശ്രേഷ്ഠതയും. ഫഹിയ റൂഹി വഹയാത്തി, അവൾ എൻ്റെ ആത്മാവും ജീവിതവുമാണ്. ആര്? ഉമ്മ. അൻതുമ, നിങ്ങൾ രണ്ടുപേരും, അതായത് ഉമ്മയും ഉപ്പയും, ലൗ ഉസമായി, എൻ്റെ ആകാശത്തിലെ പ്രകാശമാണ്. കന്നുജൂമിസാത്തി, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ. ലക്കുമാമ ഇഷ്തുഹുബി, നിങ്ങൾക്കാണ് ഞാൻ ജീവിക്കുന്ന കാലത്തോളം എൻ്റെ സ്നേഹമുള്ളത്. വദുആഇ, എൻ്റെ പ്രാർത്ഥനയും. ഫി സ്വലാത്തി, നമസ്കാരത്തിൽ എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കുക. അൽ വാലിദു അഹ്ലു കുല്ലി മക്റൂമാത്ത് അല്ലേ. അപ്പോൾ അവിടെ മക്റൂമാത്ത് എന്ന പദം കണ്ടോ നമ്മളെ കവിതയിലുണ്ട്. അപ്പോൾ ആ വരിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആ രണ്ട്, യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റൂമാത്തി. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനക്കുള്ള ഉത്തരമായി അല്ലേ. രണ്ടാമത്തത് എന്താണ്? അൽ ഉമ്മു വൽ അബു, ഉമ്മയും ഉപ്പയും മിസ്ലൻ നുജൂമി ഫിസ്സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. അതും നമ്മുടെ ഈ കവിതയിലുണ്ടല്ലേ. അന്നുജൂം എന്നുള്ള പദം എവിടെ നോക്കിയാൽ മതി. അന്നുജൂം ഏതിലാ? നഅം, 4ാമത്തെ വരിയിലല്ലേ. അൻതുമ, നിങ്ങൾ രണ്ടുപേരും. രണ്ടുപേരും എന്ന് പറയുമ്പോൾ അൽ ഉമ്മു വൽ അബു അല്ലേ, ശരിയല്ലേ. അപ്പോൾ അതുമായി. ഇനിയോ അന അദ്ഉ ലി ഉമ്മി വലി അബി ഫി സ്വലാത്തി അല്ലെ. സ്വലാത്ത്, നമസ്കാരം, അത് നമ്മൾ കവിതയിലില്ലേ ഉണ്ട്. അപ്പോൾ ഞാൻ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി, അപ്പം അതാണ് ലക്കുമ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി. അപ്പം ലി ഉമ്മി വലി അബി, അതാണ് ആ 2 പേര് അല്ലെ, നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നു. അൽ അബു യസ് അലി സുറൂരിൽ വലതി വനാജാത്തിഹി അല്ലെ. സുറൂർ അത് നമ്മളെ കവിതയിൽ 2ാമത്തെ വരിയിലുണ്ട്. നജാത്ത് അതും നമ്മളെ കവിതയിൽ 2ാമത്തെ വരിയിലുണ്ട്. അപ്പോൾ അൽ അബു യസ് അലി സുറൂരിൽ വലതി വനാജാത്തിഹി, മക്കളുടെ സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി ഉപ്പ കഷ്ടപ്പെടുന്നു. ഇനി അടുത്ത തസ്തഹിഖുൽ ഉമ്മു അൽ ഫളില ഫി ഹയാത്തിൽ വലതി അല്ലെ. ഫളിൽ അതുകൊണ്ട് 3ാമത്തെ വരിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം മനസ്സിലായി. അപ്പോൾ അതോടുകൂടി നമ്മുടെ 4ാമത്തെ വർക്കും അവസാനിച്ചു. 5ാമത്തെ വർക്ക് നുറത്തിബുൽ കലിമാത്ത്, വാക്കുകൾ ക്രമപ്പെടുത്തുക. എന്നിട്ടോ വനുകവ്വിനു, അതുകൊണ്ട് ഉണ്ടാക്കണം, ജുമലൻ, വാക്യങ്ങൾ, മുഫീദൻ, അർത്ഥമുള്ള വാചകങ്ങൾ ആക്കി അതിനെ മാറ്റണം. അർത്ഥമുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അപ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള 3 സെൻറ്റൻസുകളാണിത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ
നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ രൂപം അവിടെ കാണാം. അതുപോലെ നിങ്ങളിത് ക്രമപ്പെടുത്തി എഴുതുക. വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഇനി ആറാമത്തെ പ്രവർത്തനം, നക്തശിഫു അന്നഅത വൽ മൻഊത മിനൽ ജുമൽ. നക്തശിഫു നമുക്ക് കണ്ടെത്താം, അന്നഅത നഅത്തും അതേപോലത്തെ വൽ മൻഊത്തിനെയും കണ്ടെത്താം, മിനൽ ജുമൽ സെൻറ്റൻസിൽ നിന്നും നഅത്തിനെയും മൻഊത്തിനെയും കണ്ടെത്താം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. എന്താണ് നഅത്ത് വൽ മൻഊത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മറ്റൊരു പേരാണ് സിഫത്ത് വ മൗസൂഫ്. അതായത് ഒരു വിശേഷണം, ഒരു ഇസ്മിന് നമ്മൾ നൽകുന്ന ഒരു വിശേഷണം. ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയ പേന. അപ്പോൾ പേന എന്ന ഒരു വസ്തുവിന് നമ്മൾ നൽകിയിരിക്കുന്ന വിശേഷണമാണ് പുതിയ, അല്ലേ? അപ്പം കലമുൻ ജദീദ് അങ്ങനെയാണ് അറബിയിൽ പറയുക. അപ്പോൾ കലമുൻ ജദീദുൻ, കലം എന്നതിനെ നമ്മൾ മൻഊത്ത് എന്നും ജദീദ് അതിന് നൽകിയിരിക്കുന്ന വിശേഷണത്തിനെ നഅത്ത് എന്നും പറയും കേട്ടോ. അപ്പോൾ വിശേഷണത്തിനെയാണ് നഅത്ത് എന്ന് പറയുക. വിശേഷിക്കപ്പെടുന്ന വസ്തുവിനെ എന്തു പറയും? മൻഊത്ത് കേട്ടോ. അപ്പോൾ നിങ്ങളിതിലെ ഓരോ സെൻറ്റൻസുകൾ എടുത്ത് പരിശോധിച്ചാലും അത്തരത്തിലുള്ള ഒരു നഅത്തും ഒരു മൻഊത്തും ഇതിലുണ്ട്. നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കാം. കാന സാലിമുൻ, സാലിം ആയിരുന്നു, വലദൻ ആൺകുട്ടിയായിരുന്നു, ലരീറൻ ആൺകുട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വിശേഷണം എന്താണ്? ലരീറൻ കണ്ണ് കാണാത്ത, അന്ധനായ, അല്ലേ? അപ്പോൾ കണ്ടങ്ങൾ നഅത്ത് വിശേഷണം ഏതാ? ലരീർ കണ്ണ് കാണാത്ത. എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വലദൻ ആൺകുട്ടി, അല്ലേ? അപ്പോൾ കണ്ണ് കാണാത്ത ആൺകുട്ടിയാണ്. അപ്പോൾ മൻഊത്തിലേതാണ്? ആൺകുട്ടിയാണ്. നഅത്തിലോ? ലരീറൻ. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് നോക്കൂ. കാന ഹാമിദുൻ, ഹാമിദായിരുന്നു, മുദർരിസൻ സ്വാലിഹൻ, മുദർരിസൻ അധ്യാപകനായിരുന്നു, സ്വാലിഹൻ നല്ല, സ്വാലിഹായ. അപ്പം എന്തായിരിക്കും നഅത്ത്? നാം സ്വാലിഹ് നല്ലത്, അതാണ് വിശേഷണം, അല്ലേ? എന്തിനാണ് വിശേഷിപ്പിക്കണം ഇവിടെ? അധ്യാപകൻ. അപ്പം മുദരിസ് മൻഊത്ത്, മനസ്സിലായോ? മുദരിസ് മൻഊത്ത്, സ്വാലിഹ് നഅത്തും. ഓക്കെ. അങ്ങനെ ഓരോ സെൻറ്റൻസുകളും. ലഇബൽ ഔലാദു കുട്ടികൾ കളിക്കുന്നു, ഫീ മൈദാനിൻ ഗ്രൗണ്ടിൽ, വാസിഇൻ വിശാലമായ, അപ്പം വിശാലമായ ഗ്രൗണ്ടിൽ. അപ്പം ഗ്രൗണ്ടിൻ്റെ വിശേഷണമാണേത്? വിശാലമായത്. അപ്പം വിശാലമായത് എന്നുള്ളത് ഏതാ വരിക? നഅം നഅത്തിൽ വരും, അല്ലേ? അപ്പം എന്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആൺകുട്ടികളെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അല്ല, പിന്നെ എന്തിനാണ്? മൈദാൻ ഗ്രൗണ്ട്. അപ്പം അത് ഏതിലാ വരിക? മൻഊത്തിൽ വരും, അല്ലേ? അങ്ങനെ ഓരോന്നും പരിശോധിക്കുക. ജവഹർലാൽ നെഹ്റു സഈമുൻ മഷ്ഹൂറുൻ, ജവഹർലാൽ നെഹ്റു സഈമാണ്, നേതാവാണ്, മഷ്ഹൂറുൻ അറിയപ്പെടുന്ന നേതാവാണ്. ഇസ്തറൈതു ദറാജത്തൻ ജദീദത്തൻ, ഇഷ്തറൈതു ഞാൻ വാങ്ങി, ദറാജത്തൻ സൈക്കിൾ, ജദീദത്തൻ പുതിയ, ഞാൻ പുതിയ സൈക്കിൾ വാങ്ങി. യസ്കുനു സാലിമുൻ ഫി ഖറിയത്തിൻ ജമീലത്തിൻ, സാലിമു താമസിക്കുന്നു, ഫി ഖറിയത്തിൻ ജമീലത്തിൻ ഭംഗിയുള്ള ഒരു ഗ്രാമത്തിൽ. ഓക്കെ. വഖഅ അൽ ഉസ്ഫൂറു സ്വഗീറു മിനൽ ഉശ്ശി, വഖഅ വീണു, അൽ ഉസ്ഫൂറു കുരുവി, അസ്വഗീറു ചെറിയ കുരുവി, മിനൽ ഉശ്ശി കൂട്ടിൽ നിന്നും, അല്ലേ? അപ്പോൾ കുരുവിൻ്റെ വിശേഷണമാണെന്ത്? ചെറിയ, സ്വഗീർ, അല്ലേ? ചെറിയ കുരുവി. അപ്പോൾ സ്വഗീർ എന്നുള്ളത് നഅത്തിലും ഉസ്ഫൂർ മൻഊത്തിലും. യദ്റുസു സൽമാൻ, സൽമാൻ പഠിക്കുന്നു, ഫി മദ്റസത്തിൻ കബീറത്തിൻ ഒരു വലിയ സ്കൂളിൽ. അപ്പോൾ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ്? വിശേഷണം എന്താണ്? അതെ, വലിയത്. തസല്ലഖ ഫർഹാൻ ഷജറത്തൻ ത്വീലത്തൻ, തസല്ലഖ ഫർഹാൻ, ഫർഹാൻ കയറി,
മരത്തിൽ, ഷജറത്തൻ മരത്തിന്മേൽ കയറി, ത്വബീലത്തൻ എങ്ങനത്തെ മരമാണ്, നീളമുള്ള മരത്തിന്മേൽ കയറി. അപ്പോൾ ഈ സെൻറ്റൻസുകളിലൊക്കെയുള്ള നഅത്തും മൻഊത്തും നമ്മൾ കണ്ടെത്തി എഴുതുക. വിശേഷണവും വിശേഷിപ്പിക്കപ്പെടുന്ന പദവും നമ്മൾ കണ്ടെത്തി എഴുതുക. ഇതാണ് 6ാമത്തെ പ്രവർത്തനം. ഇനി 7ാമത്തെ പ്രവർത്തനം ഇതിൻ്റെ ബാക്കി തന്നെയാണ്. നുക്കമ്മിലുൽ ഫറാഗ, ഒഴിഞ്ഞ സ്ഥലങ്ങൾ പൂരിപ്പിക്കുക. ബിനഅത്തിൻ, നഅത്ത് ചേർത്തുകൊണ്ട്, മുനാസിബിൻ, യോജിച്ച നഅത്ത് ചേർത്തുകൊണ്ട്, വിശേഷണങ്ങൾ ചേർത്തുകൊണ്ട് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നിയമം മാത്രം നമ്മൾ നോക്കിയാൽ നമുക്കിതൊക്കെ പൂരിപ്പിക്കാൻ കഴിയും. എന്താണ് അതിൻ്റെ നിയമം? അപ്പോൾ ഇവിടെയൊക്കെ നഅത്ത് ആണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ട്? മൻഊത്ത് ഉണ്ട്, വിശേഷിക്കപ്പെടേണ്ട പദം ഇവിടെ ഉണ്ട്. ഞാനൊരു വിശേഷണം ചേർത്താൽ മതി. ഇപ്പോൾ നോക്കൂ, ഒന്നാമത്തത് റാഷിദ ബിൻതുൻ, റാഷിദ ഒരു പെൺകുട്ടിയാണ്. നഷീത്തത്തുൻ, നഷീത്തത്വൻ, നഷീത്വത്തിൻ, അല്ലേ? അല്ല ആക്റ്റീവായ എന്നാണ് അതിൻ്റെ അർത്ഥം. ആക്റ്റീവായ പെൺകുട്ടിയാണ്, നല്ല ഊർജ്ജസ്വലതയുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ബിൻതുൻ, ബിൻതുൻ എന്നുള്ള ഈ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണ്? തെൻവിൻ ലൊമ്മല്ലേ? അതെ, തെൻവിൻ ബിൻ തുൻ, തുൻ തെൻവിൻ ലൊമ്മാണ്. അപ്പം ഇനി നമ്മൾ നൽകുന്ന അതിൻ്റെ നഅത്തിനും എന്തായിരിക്കണം? തെൻവിൻ ലൊമ്മായിരിക്കണം. മനസ്സിലായോ? നമ്മൾ ഏത് പദത്തിനെയാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് ആ പദത്തിൻ്റെ ഹർക്കത്ത് തന്നെയാവണം ആർക്കുമുള്ള ഹർക്കത്ത്? നഅത്തിനുമുള്ള ഹർക്കത്ത്. മനസ്സിലായോ? ഇവിടെ ബിൻതിൻ എന്നായിരുന്നെങ്കിൽ നമുക്ക് നഷീത്തത്തിൻ ചേർക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ബിൻതുൻ ആയതുകൊണ്ട് നമ്മൾ നഷീത്തത്തുൻ എന്ന് തിരഞ്ഞെടുക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിൻതുൻ പെൺകുട്ടിയല്ലേ? അപ്പം ഇതിൻ്റെ അവസാനത്തെ അക്ഷരത്തിനും എന്തു വേണം? ഇതും ഈ പദവും പെണ്ണായിരിക്കണം, നഅത്തും പെണ്ണായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നഅത്തിനും എന്തു വേണം? അലിഫ്ലാം വേണം. അപ്പോൾ 3 കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്നെന്താണ്? നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന പദം സ്ത്രീലിംഗമാണെങ്കിൽ നഅത്തും സ്ത്രീലിംഗമാകണം, മുഅന്നസാകണം. പിന്നെയോ അതിൻ്റെ അതേ ഹർക്കത്ത് തന്നെ നഅത്തിനും ഉണ്ടാകണം. പിന്നെ മൂന്നാമത്തതോ, അതിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ ഇതിനും അലിഫ്ലാം, നഅത്തിനും മൻഊത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നഅത്തിനും അലിഫ്ലാം ഉണ്ടാകണം. അപ്പം നമ്മളതുപോലെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം റാഷിദ ബിൻതുൻ നഷീത്തത്തുൻ, അതാണ് ശരി. അതേപോലെ തന്നെ ഇഷ്തറൽ വാലിദു ഹഖീബത്തൻ, തെൻ തെൻ അല്ലേ? ഹഖീബത്തൻ. അതിൻ്റെ ഹർക്കത്ത് എന്താ നോക്കൂ? അവസാനത്തെ അക്ഷരത്തിന് താവുമുണ്ട്. അപ്പോൾ സ്ത്രീലിംഗമാണ് അല്ലേ? മുഅന്നസാണ്. അപ്പോൾ ഇതും എന്തായിരിക്കണം? മുഅന്നസാകണം. പിന്നെയോ തെൻവീൻ ഫത്തഹും വേണം. ഇവിടെ ജദീദൻ എന്നുമുണ്ട് അല്ലേ? തെൻവീൻ ഫത്തഹ്, ജദീദത്തൻ എന്നും തെൻവീൻ ഫത്തഹാണ്. പക്ഷേ ഹഖീബത്തൻ പെണ്ണായതുകൊണ്ട് ജദീദത്തൻ എന്താകണം? പെണ്ണാകണം. ഇനി മൂന്നാമത്തതും അതുപോലെ തന്നെ, ദഹബത്തുല്ലാബു ഇലാ ബുസ്താനിൻ, നിൻ അല്ലേ? നൂനിന് തെൻവിൻ കസറാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പദത്തിനും അത് തന്നെയാകണം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ചെയ്യുക. അതാണ് 7ാമത്തെ പ്രവർത്തനം. 8ാമത്തെ പ്രവർത്തനം അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പദം തന്നെയാണ്. ഓരോ മൃഗങ്ങൾ അല്ലേ? ആ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നസീലു ബൈനൽ ഖാനിത്തൈൻ, അത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് അല്ലേ? യഹൂറു, യഹൂറു എന്നുള്ളത് ഇവിടെ സൗർ നമ്മൾ പഠിച്ചതാണ്. സൗർ കാള അല്ലേ? കാള. അപ്പം കാള എന്ത് ചെയ്യുന്നു? മൂത്രയിടുന്നു. ഓരോന്നിൻ്റെ കരച്ചിലുമാണ് അല്ലേ? യൻബഹു ഏതു മൃഗമാണ്? യസ്വീഹു, യൻഇഖു, യമൂഉ, യസ്അറു, യബ്കി അല്ലേ? ഇവിടെ അങ്ങനെ കോഴിയുണ്ട്, ഇവിടെ ദീക്കുണ്ട്, അസദുണ്ട്, കെൽബുണ്ട്. അതേപോലെ തന്നെ പിന്നെ ആരുണ്ട്? ഒരു തിഫിലുണ്ട് അല്ലേ? തിഫിൽ ഒരു മനുഷ്യക്കുഞ്ഞ്. ആ മനുഷ്യക്കുഞ്ഞിൻ്റെ കരച്ചിൽ എന്താണ്? ഒറാബുണ്ട്,
ഖിത്തുണ്ട്. ഇതിനൊക്കെ എന്താണ് കരച്ചിലിന് നമ്മൾ പറയുക, അവരുടെ ശബ്ദത്തിന് എന്താ പറയുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആ പ്രവർത്തനം ചെയ്യുക. ഇനി 9ാമത്തെ പ്രവർത്തനം നക്തഷിഫുൽ ജുമൂഅ്, ജംഉകളെ കണ്ടെത്താനാണ്. ജംഉകൾ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഇവിടെ എല്ലാ പദങ്ങളുടെയും ഏകവചനങ്ങൾ സിംഗുലർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കലമുൻ ഒരു പേന. അപ്പോൾ അതിൻ്റെ ജം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇതിലുള്ള ഓരോന്നിൻ്റെയും ജംഉകൾ നമ്മൾ കണ്ടെത്തണം അല്ലേ. ഫർഹുൻ അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഫർഹുൻ, ഫർഹ് എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കുഞ്ഞ്. അഫ്റാഹ് കുറേ കിളിക്കുഞ്ഞുങ്ങൾ. ഒസ്ഫൂർ ഒരു കുരുവി. അസ്വാഫീർ മൂന്ന് കുരുവികൾ അല്ലെങ്കിൽ അതിലധികം കുരുവികൾ, കുറേ കുരുവികൾ. നജ്മുൻ നക്ഷത്രം. നുജൂം നക്ഷത്രങ്ങൾ. അതേപോലെ തന്നെ കലമിൻ്റെയും വലതിൻ്റെയും ഷജറത്തിൻ്റെയും ഒക്കെ ജംഉകൾ കണ്ടെത്തിയെഴുതുക. ഇതിൽ ചിലതൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, പക്ഷേ മറ്റ് ചിലത് നമ്മൾ പാഠപുസ്തകത്തിൽ ഇല്ലാത്തതും ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ കുട്ടികളും അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. എന്തൊക്കെയാണ് അതിൻ്റെ ജം എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. അതാണ് 9ാമത്തെ വർക്ക്. ഇനി 10ാമത്തെ വർക്ക്, ഈ 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ വർക്ക്, അതും നമ്മളെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അല്ലേ. ആദ്യം ഒന്ന് നോക്കൂ. നഖ്റ ഉൽ ഹിബാറ അത്താലി, താഴെയുള്ള സംഭാഷണം വായിക്കുക. ആ സംഭാഷണം ശ്രദ്ധിക്കുക നമ്മൾ. അൽ മുദർരിസു മൻ അൻത, അധ്യാപകൻ ചോദിക്കുന്നു മൻ അൻത നീ ആരാണ്. അപ്പം ഷഫീഖ് മറുപടി പറയുന്നു അന ഷഫീഖ് ഞാൻ ഷഫീഖാണ്. മുദരിസ് വീണ്ടും ചോദിക്കുന്നു അൻത അരീഫ് നീ ക്ലാസ് ലീഡർ ആണോ. അൻത അരീഫ്. അപ്പം ഷഫീഖ് നഅം അതെ ഞാൻ ക്ലാസ് ലീഡറാണ്. മുദരിസ് വീണ്ടും ചോദിക്കുന്നു ഐന കിതാബുക്ക നിന്റെ പുസ്തകം എവിടെയാണ്. ഷഫീഖ് ഫിൽ ഹഖീബ എൻ്റെ പുസ്തകം എവിടെയാണ്, ബാഗിലാണ്. വീണ്ടും മുദരിസ് ചോദിക്കുന്നു മാ സഫുക്ക നിന്റെ ക്ലാസ് ഏതാണ്. അപ്പോൾ ഷഫീഖ് പറയുന്നു ഫി സഫിൽ ഖാമിസ് ഞാൻ 5ാം ക്ലാസ്സിലാണ്. എന്താണ് ഈ സംഭാഷണം വായിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതാണ് എൻ്റെ താഴത്തുള്ളത് അല്ലേ. നക്തുബുൽ ഹിബാറ മഅ തബ്ദീലാത്തിൽ ലാസിമ, ഒരു ഹിബാർ ഇതേപോലെ തന്നെ ഹിബാർ തയ്യാറാക്കണം, പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ നിർബന്ധമായി ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ വേണം അല്ലെ. ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഷഫീഖാണ് നമ്മൾ വായിച്ചത്. ഇനി നമ്മൾ എഴുതേണ്ടത് റാഷിദയെക്കുറിച്ചാണ്. റാഷിദ. അപ്പോൾ ഷഫീഖ് എന്ന് പറയുന്നത് ആൺകുട്ടിയാണ്, റാഷിദ പെൺകുട്ടിയാണ്. അപ്പം അൻത എന്ന പദം മാറ്റി അതിന് പകരം നമ്മൾ എന്ത് ആക്കും, അൻതി എന്നാക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പാഠത്തിൽ. അൻത മാറ്റി അൻതി ആക്കും. അപ്പോൾ മൻ അൻത നിലിന് പകരം ഇവിടെ കൊടുത്ത് മൻ അൻതി. വേറെ ഉത്തരത്തിലൊന്നും നമ്മൾ മാറ്റേണ്ടതില്ല. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം അൻത അൻതി ആകണം. പിന്നെന്താ മാറ്റേണ്ടത്, അതെ ക എന്നുള്ളത് കി, നീ എന്നുള്ള നിൻ്റെ എന്നുള്ള ക, കിതാബുക്ക അതെന്താക്കണം നിൻ്റെ പുസ്തകം. പക്ഷെ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ കിതാബുക്കി അല്ലെ, സൊഫുക്ക സൊഫുക്കി. അങ്ങനെ ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സംഭാഷണം എഴുതുക അല്ലേ. ഉത്തരങ്ങളിൽ മാറ്റമൊന്നുമില്ല, ചോദ്യങ്ങളിലാണ് മാറ്റമുള്ളത്. ആ ചോദ്യങ്ങൾ അൻതയും പുല്ലിംഗവും സ്ത്രീലിംഗവും വ്യത്യാസമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. മുദക്കർ മുഅന്നസിൽ ഉണ്ടാകുന്ന മാറ്റം. ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് എഴുതുക. ഇപ്പം ഈ 1ാമത്തെ യൂണിറ്റിലെ 10 വർക്കുകളും വിശദീകരിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ 1ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത യൂണിറ്റിലെ ബാക്കിയുള്ള വർക്കുകൾ അടുത്ത പാർട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ ഈ പാർട്ടിൽ വന്നിട്ടുള്ള ഈ ഉത്തരങ്ങളൊക്കെ വായിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ജസാക്കല്ലാഹു ഖൈറ.